ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഹോസ്പിറ്റലിൽ നിന്നും വിക്രമും കിരണും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അതായത് വിക്രം അങ്ങോട്ട് പോവുകയാണ്, കിരൺ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ട് ചെറുതായിട്ട് നടക്കുകയാണ്. വിക്രമിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് കിരൺ ചോദിക്കുകയാണ്, എടാ നീ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുകയാണോ? ഞാൻ കരുതി നീ വല്ല ആയുർവേദ ഹോസ്പിറ്റലിലും പോയി കിടക്കായിരിക്കുമെന്ന്. പോലീസുകാരുടെ തല്ലൊക്കെ ഒരുപാട് കൊണ്ടതാടാ. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഒരുമാതിരിപ്പെട്ട തല്ലൊന്നും ഏൽക്കത്തില്ല. കിരൺ, എന്നാ ഞാൻ ഏൽപ്പിച്ചു തരാം. അവനെ കുറുക്കനെ പോലെ നടക്കുക. അകത്ത് കിടക്കുന്നവൻ എങ്ങനെയുണ്ടടാ? ഈ അടുത്തെങ്ങാനും പോവോ? അത് ഞാൻ പോകുമ്പോൾ അറിയിക്കാം. എടാ, ആൾക്കാരുടെ തല്ലുകൊണ്ട് ചാവാതെ എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായി ജീവിക്കടാ. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ രാജകുമാരനാക്കാൻ ശ്രമിച്ചവനല്ലേ ആ അകത്ത് കിടക്കുന്ന നിന്റെ അച്ഛനും അമ്മൂമ്മയും. അതുകൊണ്ട് വയസ്സാം കാലത്ത് മാന്യമായിട്ട് അവരെ നോക്കടാ. ഇനി ഏതായാലും നിനക്ക് പെണ്ണൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മൂമ്മയും നന്നായിട്ട് നോക്ക്. അത് പറഞ്ഞപ്പോഴുള്ള നിന്റെ മട്ടും ഭാവവും കണ്ടപ്പോഴേ അറിയാം നീ തന്നെ അവരുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കും എന്ന്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണെങ്കിൽ അതെൻ്റെ അമ്മയുടേതായിരിക്കും. അവരെ പോലെ കൊള്ളരുതാത്ത ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേയില്ല. ആ നല്ല അമ്മയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. തിരിച്ച് നിന്നെ ചോര തൊപ്പിക്കും ഞാൻ. അത് കേട്ട് വിക്രം പറയാണ്, എന്നും എല്ലാവർക്കും നല്ലത് തന്നെ ഉണ്ടാവത്തില്ലടോ, നിനക്കും നഷ്ടം വരും. എന്താടാ അങ്ങനെ നഷ്ടം ഉണ്ടാക്കാനായിട്ട് നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവുമെന്ന് വിശ്വാസക്കാരല്ല ഞാനും കല്യാണിയൊന്നും. മനസ്സിലായോ? എന്നാൽ നല്ലത് വരുമ്പോൾ നല്ലത് മാത്രം ചിന്തിക്കാനുള്ള മനസ്സ് വേണം. എങ്കിലേ സമയദോഷം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നിന്റെ അച്ഛൻ എന്ന് പറയുന്നവരുടെ ദുരന്തം എന്ന് പറയുന്നത് നീയാണ്. അതിപ്പോഴും അയാൾക്ക് മനസ്സിലായിട്ടില്ല. അവിടെയാണ് അയാളും അയാളുടെ അമ്മയും തറ പറ്റിപ്പോയത്. ഇപ്പോഴും നടക്കുകയല്ലേ നീ റോഡ് നീളെ നിന്റെ അമ്മൂമ്മ നിന്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ. പോയി തൂങ്ങിച്ചാവടാ. അതേടാ, നിന്നെയും അവളെയും എല്ലാത്തിനും ഞാൻ അധികം വൈകാതെ കെട്ടി തൂക്കുന്നുണ്ട്. പോയ കിരൺ വീണ്ടും തിരിച്ചു വന്നു. എന്താടാ നീ പറഞ്ഞേ? ഇല്ല, ഒന്നുമില്ല. കിരൺ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. അവൻ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുക. പിന്നെ കാണിക്കുന്നത് താരാൻ്റിയാണ്. താരാൻ്റിയുടെ അടുത്ത് കല്യാണിയാണ് ഉള്ളത്. കിരൺ എന്നിട്ട് കല്യാണിയോട് പറയാണ്, ഞാനിങ്ങോട്ട് വരുന്ന വഴി ആ മനോഹർ എന്നെ വിളിച്ചിരുന്നു. താരയും വിക്രം തമ്മിൽ എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ്. താരാൻ്റിയുടെ കാര്യമാണ് അവർ സംസാരിച്ചത് എന്ന്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവൻ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയത്. അത് കേട്ട് കല്യാണിയും പറയാണ്, അവൻ എന്തോ ഉദ്ദേശം വെച്ചാ ഈ മുറിക്കരികിൽ വന്നത്. ഇതിനകത്ത് ആരും ഇല്ലെങ്കിൽ താരേൻ്റിയെ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നായിരിക്കും അവൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. കിരൺ ചോദിക്കുക, ആൻറ്റി ഉടൻ ഡിസ്ചാർജ് ആവില്ലേ? അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ കിരൺ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാറ്റാമായിരുന്നു. ഏതായാലും നമ്മൾ 2 പേരിൽ ഒരാൾ ആൻറ്റിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. വിക്രത്തിൻ്റെ കയ്യിൽ കാലണ ഇല്ലാത്ത സമയം അവനെ സരയു സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ പിന്നെ അവൾ പറയുന്നതൊക്കെ അവൻ കേൾക്കും. ആൻറ്റി, അവനാണെങ്കിൽ ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ സമ്പാദിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അവനുള്ളൂ. അവൻ്റെ ചരിത്രമൊക്കെ അറിയാലോ. രാത്രിയിൽ പ്രത്യേകം സൂക്ഷിക്കണം. അവൻ്റെ അമ്മൂമ്മയുടെ കാര്യം അറിയാലോ. അവൻ്റെ അച്ഛനെ ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് പൊരി വെയിലത്ത് അലഞ്ഞു തിരിയുക. അവിടെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ്റെ കൂടെ തന്നെയാണ്, അകത്ത് തന്നെയാണ് വിക്രം ഉള്ളത്. അപ്പോൾ വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, എടാ മോനെ, നീ എന്തായി ചിന്തിച്ചു കൂട്ടുന്നത്? മുകളിലോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതെങ്ങനെ എളുപ്പമാക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പ്രകാശന് വിഷമായി. നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ മുകളിലോട്ട് പോകാനോ? എന്നാൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നേ? എല്ലാവർക്കും കൂടി പോകാം മുകളിലോട്ട്. നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നോടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? തുടങ്ങി. 24 മണിക്കൂറും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എല്ലാ അച്ഛന്മാരും മക്കൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ അമ്മയെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അത് മാത്രം അപവാദമായിപ്പോയി. ഈ നോക്കിയ കണക്കൊന്നും പറയാൻ നിൽക്കല്ലേ. എടാ, വിക്രമിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ്, കണക്ക് പറഞ്ഞതല്ലടാ, അച്ഛൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേടാ. വിക്രം പ്രകാശിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയാണ്, മനസ്സിന് വിഷമം വരുമ്പോഴേ
മറ്റുള്ളവരുടെ തോളിലോട്ട് കയറിയിട്ടല്ല പറയേണ്ടത്. ഞാനൊന്നും പറയുന്നില്ല. നിനക്കത് വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനതിങ്ങ് തിരിച്ചെടുത്തു. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഞാൻ കേൾക്കാം. നീ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ആ കിരണിനെയും കല്യാണിയെയും കാർത്തികയെയും വകവരുത്തുന്ന കാര്യം, അതെന്തായി? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുക. എടാ, ആലോചന മാത്രം പോരാ, ഇരു ചെവി അറിയാതെ വേണം അത് ചെയ്യാൻ. ആരും അറിയരുത്. ഇതിൻ്റെ പേരിൽ നീ ജയിലിൽ പോകേണ്ടി വന്നാൽ അച്ഛൻ പിന്നെ തകർന്നു പോകൂടാ. രണ്ടും കൂടെ നടക്കത്തില്ല കേട്ടാ. അവരൊക്കെ പണവും സ്വാധീനവും ഉള്ളവരാ. അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ അച്ഛനും അമ്മൂമ്മയ്ക്കൊന്നും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ കാണുവാണെങ്കിൽ ജയിലിൽ തന്നെ വരേണ്ടി വരും. എടാ മക്കളെ, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, നിന്റെ ജീവിതം എന്താടാ ഇങ്ങനെയായിപ്പോയത്? പ്രകാശൻ വിഷമിച്ചിരിക്കുക. ഇങ്ങനെ ആയി പോകാതിരിക്കണമെങ്കിൽ അച്ഛന്മാരൊക്കെ ഇങ്ങനെ രണ്ടും മൂന്നും കെട്ടാതെ മാന്യമായിട്ട് നടക്കണമായിരുന്നു. ഉള്ള പണം സ്വരുക്കൂട്ടി വെക്കണമായിരുന്നു. സ്വരുക്കൂട്ടി വെച്ചിരുന്നുടാ. പക്ഷെ തന്നതാർക്കാ? നിനക്ക് വേറെ ആർക്കെങ്കിലും ഞാൻ കൊടുത്തോ? ഓ, പിന്നെ തന്ന്. ദേ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ടേ. അമ്മ എന്താടാ ഇതുവരെ വരാത്തെ? ഇനി ആരുടെയൊക്കെ മുമ്പിൽ ചെന്നാണോ കൈ നീട്ടുന്നത് ആവോ? നേരത്തെ പറയുന്നത് കേട്ടല്ലോ, അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ടത് മക്കളാണെന്ന്, അല്ലേ? എന്നിട്ട് സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ അച്ഛന് പറ്റുന്നുണ്ടോ? അത് തന്നെയാണ് എൻ്റെയും കാര്യം. അതുകൊണ്ട് വെറുതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എൻ്റെ മനസ്സമാധാനം കൂടി കളയാൻ നിൽക്കരുത്. എങ്കിൽ വേണ്ട, ഞാനിവിടെ നിന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനിനി അമ്മുമ്മ വന്നിട്ട് ഇങ്ങോട്ട് വരാം. എടാ മക്കളെ, ഞാൻ പ്രകാശം വിളിക്കുമ്പോഴേക്കും വിക്രം പുറത്തേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുന്ന കാറിനകത്ത് സരയുവിനെയാണ് കാണിക്കുന്നത്. സരയു ഇതാ വണ്ടിക്കകത്ത് നിന്ന് വിക്രമിനെ വിളിക്കുകയാണ്. സരയു, എന്താ എടാ? ഞാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതു നേരവും അവളടുത്ത് ആ കിരണും കല്യാണിയും കാണും. ഇപ്പം തന്നെ ഞാൻ പുറത്ത് നിന്ന് മറിഞ്ഞു നോക്കിയപ്പോൾ കല്യാണി എന്നെ കണ്ടു. സംസാരമായി. നീയും ഞാനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് സംശയത്തിന് ഇട കൊടുക്കരുത്. പകൽ എന്തായാലും എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല. രാത്രിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. എടാ, രാത്രിയിൽ അവർ കതകടച്ച് അകത്ത് കിടക്കായിരിക്കൂലേ? എടാ, പകല് മരുന്ന് വാങ്ങാനും മറ്റുമായിട്ട് പുറത്തോട്ടൊക്കെ പോകും. ആ സമയത്ത് അവർ കരിയിലേക്ക് പോകുന്നതാണ് നല്ലത്. ശരി, ഞാൻ ഇവിടെ തന്നെ കഴുകനെ പോലെ വട്ടയിട്ട് കാണും. ഒരവസരത്തിന് വേണ്ടി നീ ധൈര്യമായിട്ടിരുന്നു. വിക്രം എന്ത് ചെയ്യണം എന്നറിയാതെ അവിടുന്ന് വട്ടയിട്ട് കളിക്കുകയാണ്. അപ്പോഴാണ് കല്യാണി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ സിസ്റ്ററുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടത്. വിക്രം മെല്ലെ കതക് തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന താരയുടെ അടുത്ത് വന്ന് നിന്നിട്ട് നോക്കുകയാണ്. മെല്ലെ തലയാണി എടുത്ത് അവരുടെ മുഖത്ത് വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുക. അതേസമയം സരയു വണ്ടിയിൽ നിന്നും ചിന്തിക്കുകയാണ്. മനസ്സിൽ തെളിഞ്ഞതൊക്കെ അതേപടി നടന്നാൽ മതിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അമ്മയെ വേണ്ട. സംസാരിക്കാൻ കഴിയാത്തവളുടെ മോളാണ് ഞാനെന്ന് ലോകം ഒരിക്കലും അറിയാൻ പാടില്ല. കല്യാണി താരയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. തെറ്റുന്നില്ല, അടുത്തുനിന്ന് കൂടെ തന്നെ നിൽക്കുകയാണ്. വിക്രം ചെയ്യാൻ ഉദ്ദേശിച്ചത് നേരെ സിസ്റ്ററുടെ റൂമിൽ കയറിയിട്ട് സിസ്റ്ററുടെ ഡ്രസ്സ് എടുത്തിട്ട് ഇടാം എന്നുള്ള ധാരണയിലാണ്. വിക്രം പെട്ടെന്ന് തന്നെ ആ ഡ്രസ്സും എടുത്ത് ഇട്ടു. അതിനുശേഷം തലയിൽ തൊപ്പിയും വെച്ചു. അതിനുശേഷം ഗ്ലൗസൊക്കെ ഇടുകയാണ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നേഴ്സിൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ചുറ്റും ഒന്ന് വീക്ഷിക്കുക. ഞാൻ മുറിയുടെ കതകിന് മുട്ടുമ്പോൾ കല്യാണിയായിരിക്കും കതക് വന്ന് തുറക്കുക. അവൾ തുറന്നതും അവളുടെ മൂക്കിന് ഈ ടവൽ മണപ്പിക്കണം. പിന്നെ താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടേ അവൾ ഉണരൂ. വിക്രം മെല്ലെ കതകിനെ മുട്ടി അകത്തേക്ക് കയറുകയാണ്. ആ സമയം താര എണി കിടക്കുന്ന ആ സ്ഥലത്ത് തന്നെ മൂടിപ്പൊതിച്ച് ഒരാൾ കിടക്കുകയാണ്. കിരൺ മനസ്സിൽ ചിന്തിക്കുകയാണ്. വിക്രം മനസ്സിൽ ചിന്തിക്കുകയാണ്. കാര്യങ്ങൾ ഇത്രത്തോളം സ്മൂത്താവുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോകണം. അവൻ പതിയെ തലയാണിയെടുത്ത് മുഖത്ത് വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ട പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ പുതപ്പിനടിയിൽ മൂടിപ്പൊതിച്ച് കിടന്നിരുന്നത് കിരൺ ആയിരുന്നു. കിരൺ ചാടി എണീറ്റു അവനെ തട്ടി മാറ്റി. പെട്ടെന്ന് തന്നെ അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കിരൺ ചവിട്ടി താഴെയിട്ടു. പിന്നെ കിരണിൻ്റെയും വിക്രത്തിൻ്റെയും നല്ല മൽപ്പിടുത്തായിരുന്നു. അതിനിടയിൽ വിക്രം നന്നായിട്ട് അടി വാങ്ങിക്കുകയാണ്. വിക്രമിനെ അങ്ങനെ അടിച്ച് കിരൺ ചമ്മന്തിയാക്കി ഒരു പരുവത്തിലാക്കി. നീ താരേൻ്റെയെ കൊല്ലാൻ വന്നതാണോടാ? നിനക്കിനിയും മതിയായില്ലടാ എന്ന് പറഞ്ഞ് കിരൺ നന്നായിട്ട് പെരുമാറുകയാണ്. വിക്രത്തിനെ തൂക്കിയെടുത്ത് നന്നായിട്ട് എടുത്ത് നിലത്തടിക്കുകയാണ്, ബെഡിൽ അടിക്കുകയാണ്. കൊന്നു കളയും നിന്നെ ഞാൻ. അതേസമയം താരാൻ്റി വേറൊരു മുറിയിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണിയും കൂടെയുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് താരാൻ്റിയും കല്യാണിയും നോക്കുകയാണ്.
വിക്രത്തിന് നന്നായി പെരുമാറിയതിന് ശേഷം കിരൺ അവരുടെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കല്യാണി കതക് തുറന്നു കൊടുത്തതിന് ശേഷം ചോദിക്കുകയാണ്, എന്തായി? അവനെ അഡ്മിറ്റ് ചെയ്തു ഇവിടെ റൂം നമ്പർ 9. പുറമേ വലിയ പരിക്കൊന്നുമില്ല, എങ്കിലും നെഞ്ചിനും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ക്ഷതമേറ്റിട്ടുണ്ട്. അവൻ ഇനി ജീവിച്ചിരിക്കുന്നത് എന്തിനാ കിരണേട്ടാ? മാറിയത് ഇപ്പം നന്നായി എന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? കല്യാണി ചോദിക്കുകയാണ്. എന്നിട്ടും ആൻറ്റിക്ക് മോളോടുള്ള സ്നേഹം കുറയുന്നില്ലല്ലോ. എൻ്റെ ആൻറ്റി, ഇപ്പം ഞാൻ തല്ലി ഒതുക്കിയ ആ വിക്രത്തിന് ഒരമ്മയുണ്ട്. പക്ഷേ ആ അമ്മ അവനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ? ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിയെ തീർക്കണമെന്ന് അവൾ തീരുമാനിച്ചതുപോലെയുണ്ട്. ഇനി അതൊന്നും നടക്കില്ലെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ താരാൻറ്റി ആക്ഷനായിട്ട് എന്തോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, ഞങ്ങളെ സൂക്ഷിച്ചോളാം. പക്ഷേ ഈ നിൽക്കുന്ന കല്യാണിയെ ഉപദ്രവിക്കാൻ അത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ അവർ തുടങ്ങിയതാ. അതായത് ഈ പറയുന്ന സരയു തന്നെ. പക്ഷേ ഇവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആൻറ്റിക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. ആൻറ്റിയുടെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കാര്യവും ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടിനി ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് ആൻറ്റിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവും. കല്യാണി പറയാ, വർഷങ്ങളോളം ആൻറ്റി സ്വന്തം മോളെ തേടി നടക്കുകയായിരുന്നു. അവസാനം ആ മോളെ കണ്ടെത്തിയപ്പോഴോ അവളൊരു കരിന്തേളായിപ്പോയി. സരയു നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. സരയു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഏതോ ഒരു ബോഡി ഫുൾ കവർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരികയാണ്. അത് കണ്ട് പെട്ടെന്ന് സരയുവിന് ഒന്നും ഓടിയില്ല. അവൾ ശ്രദ്ധയോടെ പേടിച്ചുകൊണ്ട് നോക്കുകയാണ് ആരാണോ അത് എന്ന്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.